തൃശൂരിലെ ATM കൊള്ളയിൽ കുറ്റം സമ്മതിച്ച പ്രതികൾ ഈസ്റ്റ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. തെളിവെടുപ്പ് ഇന്ന് നടത്താൻ പോലീസ് നീക്കം. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. തെളിവെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകാൻ തന്നെയാണോ സാധ്യതയും? തീർച്ചയായും KP, ഈ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരള പോലീസിന് കൈമാറിയതും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിട്ടതും തുടർന്നാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചതും പ്രതികൾ കുറ്റം സമ്മതിച്ചതും. കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ തമ്മിലുള്ള ഈ മൊഴികളുടെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആ വൈരുദ്ധ്യം പോലീസിനെ കുഴപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വിശദമായി ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഷൊർണൂരിലെ ATM കേന്ദ്രത്തിൽ എത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടത്തും അല്പസമയത്തിനകം തന്നെ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ മേവത് ഗ്യാങ് എന്നറിയപ്പെടുന്ന സംഘം ഈ ഹരിയാന സ്വദേശികൾ ചേർന്ന് തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. 20 കിലോമീറ്ററിനുള്ളിലാണ് നിശ്ചിത സമയം കൊണ്ട് ഈ CCTV ക്യാമറകളിലൊക്കെ സ്പ്രേ പെയിന്റ് ചെയ്തുകൊണ്ട് ഈ ATM മെഷീൻ തകർത്തുകൊണ്ട് മോഷണം നടത്തിയത്. ഗ്യാസ് കട്ടർ ആയിരുന്നു ഇവർ മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ പണവും കാറും ഒക്കെ ആയി ഒരു കണ്ടെയ്നറിൽ കയറ്റിക്കൊണ്ട് തമിഴ്നാട്ടിലേക്ക് കടന്നത്. തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ചാണ് പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും 7 പേരടങ്ങിയ സംഘം പോലീസിന്റെ പിടിയിലാകുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റുമുട്ടലിൽ ഒരു പ്രതി വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതുപോയി. അതായത് ഈ 7 പ്രതികളിൽ 5 പ്രതികളെയാണ് കേരളത്തിൽ എത്തിച്ചിട്ടുള്ളതും ഇപ്പോൾ തൃശ്ശൂരിലെ വിവിധ ATMകളായി തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതും. എന്തായാലും ഇവർ നടത്തിയ ഈ ചോദ്യം ചെയ്യലിലാണ് കൃത്യമായും കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ എവിടെ ഉപേക്ഷിച്ചു എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ പ്രതികൾ ഈ കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലത്തും ചിലപ്പോൾ തെളിവെടുപ്പ് നടത്തിയേക്കാമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.